പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരദ വിനീതിൻ്റെ അടുത്ത് അപേക്ഷിക്കുകയാണ് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറയുമ്പോൾ വിനീത് പറയുന്നുണ്ട് എന്നോട് ഇങ്ങനെ അപേക്ഷിക്കൊന്നും വേണ്ടമായി, പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വിനീത് ഇങ്ങനെ പോകുകയാണ് കേട്ടോ. ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ തിരിച്ച് ശാരദ വരുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഗംഗയും യമുനയും അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. മൈൻഡ് ചെയ്യാതെ ശാരദ അകത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് ഗംഗനെ വഴിയിൽ വെച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കുന്ന ചേട്ടനുണ്ടല്ലോ, ബേബി ചേട്ടൻ, ആ ചേട്ടൻ കാണാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ കുറേ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാടി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മറക്കാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പണ്ട് അയാൾ കൽക്കട്ടയിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആ പെണ്ണ് ഇതേപോലെയായിരുന്നു. പക്ഷേ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ജീവിതം നശിപ്പിച്ചു. കൽക്കട്ടയിൽ തെരുവിൽ പിച്ചെടുത്തിട്ടാണ് പിന്നീട് ഞാനിവിടെ നാട്ടിലേക്ക് എത്തിയത്. അവൾ ഭർത്താവിനോടും കുട്ടികളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയുകയാണേ. ആ സമയത്ത് അവിടേക്ക് വിനീത് വരികയാണ് കേട്ടോ. അപ്പോൾ വിനീതിന് മനസ്സിലാവാണ് വിനീതിനെ പറ്റി എന്തെങ്കിലും പറയായിരിക്കുമെന്ന്. അപ്പോൾ എന്താ ചേട്ടൻ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് എന്നാ വാ ഞാൻ ആക്കിത്തരാം, വേണ്ട ഞാൻ പൊക്കോളാം, വേണ്ട ഞാൻ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ ചേട്ടനെയും കൊണ്ടുപോകാൻ കേട്ടോ. ഗംഗനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, മുഖത്ത് പോലും നോക്കാതെ പോകുമ്പോൾ ഗംഗയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. പഴയ കാര്യങ്ങളൊക്കെ ഗംഗ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന രാത്രി ഗംഗ കിടക്കുന്ന സമയത്ത് അവിടേക്ക് യമുനയും കാവേരിയും കൂടെ വന്നിട്ട് പറയുകയാണ്, ചേച്ചി എന്തായാലും ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ, നാളെയാണ് നിശ്ചയം, ചേച്ചി പോയി ഈ നിശ്ചയം വേണ്ടാന്ന് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗ പറഞ്ഞിട്ട് എന്തിനാന്ന് ചോദിക്കേ. അപ്പോൾ യമുന പറയും, ചേച്ചി അയാളുടെ കൂടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ചേച്ചി എന്ന് പറയും കേട്ടോ. അപ്പോൾ കാവേരി പറഞ്ഞിട്ട് ജീവപര്യന്താണെന്നുണ്ടെങ്കിൽ 10-12 വർഷം സഹിച്ചാൽ മതി, ഇതങ്ങനെയാണോ 10-40 കൊല്ലം സഹിക്കേണ്ട അയാളെ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ലേ മോളെ, അമ്മ ആകെ തകർന്നു പോകും, ഈ നിശ്ചയം നടക്കണം എന്ന് നമ്മുടെ ആഗ്രഹമാണെന്ന് പറയട്ടെ. എന്താഗ്രഹം? അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചിക്ക് ഇഷ്ടമില്ല എന്ന് തുറന്ന് പറഞ്ഞാൽ നാളെ ഈ നിശ്ചയം നടക്കൂല, അല്ലെങ്കിൽ നിശ്ചയം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കല്യാണം അവർ നടത്തും എന്ന് പറയുകയാണെ. അന്നേരം ഗംഗ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്, എൻ്റെ കല്യാണം മാത്രമല്ല അമ്മയുടെ പ്രതീക്ഷ, അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം മുഴുവൻ അയാൾ നോക്കും, നിങ്ങളുടെ പഠിപ്പ് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നല്ല സ്ത്രീധനം കൊടുത്ത് വലിയ വലിയ വീടുകളിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ നോക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഈ കല്യാണം നടത്തുന്നതെന്ന് ഗംഗ പറയുകയാണ്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ ചേച്ചി എന്ന് കാവേരി ചോദിക്കുമ്പോൾ അത് അമ്മയ്ക്കും കൂടെ മനസ്സിലാവേണ്ടേ മോളെയും ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ചേച്ചിക്ക് അത് തുറന്ന് പറഞ്ഞുകൂടെയും ചോദിക്കുകയാണ്, വേണ്ട, എൻ്റെ ആദ്യത്തെ കല്യാണത്തിൻ്റെ നിശ്ചയത്തിന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അന്ന് അച്ഛനാണ് എഴുന്നേക്കാതിരുന്നത്, ഇപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അമ്മ എഴുന്നേക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരും ഇല്ലാതാവൂലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറഞ്ഞു, അങ്ങനെ ഒന്നും സംഭവിക്കൂലല്ലോ ചേച്ചി എന്ന് പറയണേ. സംഭവിച്ചാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി ഒന്നും വിടുന്നില്ല. എന്നാലും ചേച്ചി കല്യാണത്തിന് സമ്മതിക്കരുത്, വേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് അവിടെ കെടുക്കാണ് കേട്ടോ. ഗംഗ കിടന്ന് അവർ ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യണേ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നിശ്ചയത്തിൻ്റെ അന്നാണ് കേട്ടോ. അന്ന് വിനീതാണെന്നുണ്ടെങ്കിൽ കടയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേബി ചേട്ടൻ പറയുന്നുണ്ട്, നീ ആദ്യം തന്നെ ഇവിടുത്തെ കടയുടെ പേര് മാറ്റിയാൽ മാത്രമല്ല ആ ഫോട്ടോ മായ്ച്ച് കളയുമെന്ന് പറയും. അപ്പോൾ മറ്റാൾ പറയുന്നുണ്ട്, അതെ, ഗംഗയ്ക്ക് കൊടുക്കാൻ വേണ്ടി തയ്ച്ചു വെച്ചിട്ടുള്ള ചുരിദാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് എടുത്തു കൊടുക്കുക, ഒരു ചുരിദാർ കിട്ടാനായിട്ട് കൊതിച്ചിരിക്കുന്ന എന്തോരം ആൾക്കാരുണ്ടാവും, അവർക്ക് കൊടുക്കുക എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നെ നമ്മളെ വേണ്ടാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയാണെ. അപ്പോൾ നിവിനാണെന്നുണ്ടെങ്കിലും വിനീതിൻ്റെ അടുത്ത് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ സമയം നിശ്ചയത്തിന് വന്ന ആൾക്കാർക്ക് വഴി തെറ്റിയിട്ട് വഴിയൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർക്ക് വഴി മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവീണയും പറയുന്നുണ്ട്, കുറച്ച് വൈകിട്ട് വന്നാൽ മതിയായിരുന്നു, ശരിക്കും ഒരുങ്ങാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ജയബാലൻ പ്രവീണനെ വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് നിവിൻ വിനീതിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, സാറില്ല വിനീത, നീ എന്തായാലും അത് മറന്നേക്ക്, എന്തായാലും അവർക്കൊരു ആൺതുണ ഇല്ലാതിരുന്ന സമയത്ത് നീ എല്ലാവരെയും സംരക്ഷിച്ചത്, നീ അവരെ വീട്ടിൽ നിന്ന് ബാങ്കുകാരെ ഇറക്കി വിട്ട വഴിക്ക് നീയല്ലേ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത് വരെ നീ അവരെ ചേർത്ത് പിടിച്ചില്ലേ, പക്ഷെ ഇപ്പം നിന്നോട് അവർ അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവളെ മറക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാം കേട്ടോ. ഇതേ സമയം ജയപാലിൻ്റെ കാറ് വിനീതിൻ്റെ കടയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകാനായിട്ട് ജയബാലൻ വിനീതിൻ്റെ അടുത്ത് പറയാനായിട്ടായിരിക്കും വന്നത് കേട്ടോ. വിനീത് തന്നെ അവരെ കൊണ്ടുവരുന്നത് ജയബാലിന് സന്തോഷമായിരിക്കും. അങ്ങനെ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പ്രമോലാണെന്നുണ്ടെങ്കിൽ
വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. നമ്മളെ ഗംഗരയും യമുനയൊക്കെ വീട്ടിലേക്ക് വരികയാണ്. ജയപാലും പ്രവീണൊക്കെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിശ്ചയത്തിൻ്റെ. അപ്പോൾ കാവേരി ഇങ്ങനെ ജയപാലനെ തന്നെ നോക്കുമ്പോൾ എന്താ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ കണ്ട അങ്കിളല്ല ഇന്ന് കാണാം, ഇന്ന് കണ്ട അങ്കിളല്ല നാളെ കാണാം, ഇന്ന് ഏത് അവതാരമാണെന്ന് നോക്കി നിന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ജയപാലൻ അതൊക്കെ കേൾക്കുമ്പോൾ നാണം കെട്ട് തലകുമ്പിട്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയം ചെക്കൻ്റെ വീട്ടുകാരെയും കൊണ്ടുവരുന്നത് നമ്മളെ വിനീത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വിനീതിനെ കാണുമ്പോൾ ശാരദ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ശാരദനോട് പറയുന്നുണ്ട്, അമ്മായി എങ്ങനെ നിശ്ചയം എൻ്റെ മനസ്സിൽ വല്ലൊരു ആഗ്രഹമായിരുന്നു, ഇത് തീരുന്നത് വരെ ഞാനിവിടെ നിന്നോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് വല്ലാത്ത സങ്കടം വന്നിട്ട് വിനീതിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഗംഗനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഗംഗയാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങി കല്യാണപ്പെണ്ണിൻ്റെ ഒരു വേഷത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും സങ്കടം തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, അച്ഛൻ ഈ നിശ്ചയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നേനെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്.